അപ്പം ദൈവത്തിന് സത്യമാണെന്ന് എൻ്റെ മക്കളെ ഞാൻ നിങ്ങളെ കുറ്റം പറയുകയോ വഴക്ക് പറയുകയോ അല്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളത് കുറച്ചുകൂടി ക്ലിയറായിട്ടാണ് ഈ സംഭവം സത്യത്തോടെയാണ്, സ്നേഹത്തോടെയാണ്, നീതിയോടെയാണ്, വിശുദ്ധിയോടെയാണ് ചെയ്യണമെങ്കിലേ ഇത്രയും പുതുക്കേണ്ട ഒരു കാര്യമില്ല. ആദ്യമേ വർക്കൗട്ട് ചെയ്യും. അതെന്താ ഞാനങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തേൽ ഇപ്പം നിങ്ങൾക്ക് ചിലർക്ക് സംശയം ഉണ്ടാകും. ബൈബിളിലുള്ള സംശയങ്ങളെ നമുക്കുണ്ടാകത്തുള്ളൂ, പുതിയ സംശയങ്ങളൊന്നുമില്ല. ഇപ്പം കർത്താവ് എൻ്റെ കൂടെ ഉണ്ടോ ഇല്ലയോ എന്ന് ചിലർക്ക് സംശയം ഉണ്ടാവും. പ്രസൻസിനെ കുറിച്ച് സംശയം ഉണ്ടായപ്പോഴും ഉടമ്പടി എടുത്ത്, പക്ഷേ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടോ ഇല്ലയോ എന്ന് കുറിച്ച് നമുക്ക് സംശയം ഉണ്ടാവും. എല്ലാവർക്കും അല്ല, കുറച്ച് പേർക്ക് സംശയം ഉണ്ടാവും. ചിലക്ക് ഉടമ്പടി എടുക്കുമ്പോൾ ഈ ദിവസങ്ങളിലെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴേ ചിലക്ക് ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ഒരു ഇന്നർ കൂൾനെസ് അങ്ങോട്ട് വരും. അതിനാണ് ആന്തരിക അഭിഷേകം എന്ന് പറയുന്നത്. ഭയങ്കര പ്രശ്നത്തിലായിരിക്കും വരണത്, പക്ഷെ ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ വാഗ്ദാന പേടകത്തിൽ കൊണ്ടുവന്ന് കരാറ് ഉടമ്പടി പ്രമാണം നിക്ഷേപിച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ഒരു ഇന്നർ കൂൾനെസ് അവർ ഫീൽ ചെയ്യും. 2 സാക്ഷി ഞാൻ ഈ ദിവസങ്ങളിൽ കേട്ട്, ഒറ്റ ദിവസം ഉണ്ടായിരുന്നതാണ്. ഒരു ആന്തരികമായൊരു തണുപ്പ്, എന്നിട്ട് എല്ലാം ശരിയാകും എന്നുള്ള ഒരു ആന്തരിക ബോധ്യം ആരോ ഉള്ളിലിരുന്ന് പറയണ പോലെ. അത് അത്ര സാക്ഷ്യങ്ങൾ ഉടമ്പടിക്ക് മാത്രമേ ഉള്ളൂ. ആരോ ഉള്ളിൽ നിന്ന് പറയുന്നു, ആരോ നമ്മുടെ കൂടെ വരുന്നുവെന്ന് തോന്നണം, ആരോ നമ്മുടെ കൂടെ നിൽക്കുന്നുവെന്ന് നമുക്ക് തോന്നണം. അങ്ങനെ പ്രസൻസ് ഫീലിംഗ്. ചില സമയത്ത് ചിലർക്ക് ഇതുപോലെ ഒരു സംശയം വരും. കർത്താവ് എൻ്റെ കൂടെ ഉണ്ടോ ഇല്ലയോ? അതില്ല, എൻ്റെ കയ്യിരിപ്പ് എനിക്കറിയാമില്ല. അങ്ങനെ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും. നിങ്ങളുടെ കയ്യിരിപ്പ് നിങ്ങൾക്കറിയാമെന്ന് നിങ്ങൾ പറഞ്ഞാൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അനുതാപം ഉണ്ടായാൽ മതി. നിങ്ങളുടെ കയ്യിരിപ്പ് നിങ്ങൾക്കറിയാമല്ലോ എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ശപിക്കേണ്ട കാര്യമില്ല. അതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ദുഃഖമുണ്ടായാൽ മതി. കാര്യം അത് വീണ്ടും അത് ആവർത്തിക്കാതിരിക്കുമെന്ന് ദൈവത്തിന് തോന്നിയാൽ അപ്പം അഭിഷേകം ഉണ്ടാവും. ഉടമ്പടി ഒരു സത്യത്തിൻ്റെ ആരാധനയാണ്. കർത്താവ് ഉദ്ദേശിക്കുന്നത് ആ സമരക്കാരത്തിൽ പറയത്തില്ലേ, ആത്മാവിനും സത്യത്തിലും ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. യോഹന്നാൻ 4 ശ്രുതികട ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന ആരാധന. യോഹന്നാൻ 4:23. യോഹന്നാൻ 4:23. എന്നാൽ യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു. അപ്പൊ ഇതാണ് ദൈവം ആഗ്രഹിക്കുന്ന ഒരു ആരാധനയാണ്. എന്താണ്? ആത്മാവിലും സത്യത്തിലും. ആത്മാവിലെന്ന് പറയണത് എന്താ? ആത്മാവിൽ ആരാധിക്കുക. അപ്പം നിങ്ങൾ ഓർക്ക് ഇങ്ങനെ കലകുല സ്വസ്ഥർക്കം മസ്തർക്കം ക്രിസ്തർക്കം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഭാഷാപര പ്രാർത്ഥന ചെല്ലുന്നതാണ്. അല്ല, അങ്ങനെയല്ല. ആത്മാവിൽ ആരാധിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ ലൂക്ക 8:26 എടുത്തേ, റോമ 8:26 എടുത്തേ, ശ്രുതികട ഹല്ലേലൂയ യേശുവേ ആരാധന ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ. റോമ 8:26. നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. വേണ്ടവിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. അപ്പൊ നീ വിശുദ്ധിയുള്ള ആളാണെങ്കിൽ, നീ നീതിയുള്ള ആളാണെങ്കിൽ യഥാർത്ഥ മധ്യസ്ഥൻ രംഗത്ത് വരും നിനക്ക് വേണ്ടി. ആരാണത്? പരിശുദ്ധാത്മാവ്. നിൻ്റെ ആരാധന വിശുദ്ധിയുള്ളതാണെങ്കിൽ, നിൻ്റെ നീതിയുള്ളതാണെങ്കിൽ അതിനെ സത്യത്തിൻ്റെ ആരാധന എന്ന് പറയും. അങ്ങനെ നീ ആരാധിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ യഥാർത്ഥ മധ്യസ്ഥൻ വരും. മധ്യസ്ഥൻ എന്താ ചെയ്യണത്? മധ്യസ്ഥനെക്കുറിച്ച് എന്താ പറയുക? മധ്യസ്ഥൻ്റെ റോൾ എന്താണ്? വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് പ്രൈസ് ദി ലോർഡ് പറഞ്ഞേ. വേണ്ടവിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിയത്തില്ല. അതിനാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് അവാച്യമായ നെടുവീർപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാചകമൊന്നുമില്ലാത്ത ഒരു ഫീലിംഗ് മതി, നമുക്ക് ഒരു വികാരം മതി. വിശുദ്ധിയും നീതിയും ഉള്ളവർക്ക് ഒരു ചിന്ത മതി,
ഒരു ആഗ്രഹം, ദൈവമേ അത് ശരിയായില്ലല്ലോ എന്ന് നാക്കുകൊണ്ടെടുത്ത് പറയേണ്ട കാര്യമില്ല. ഒരു ടൈം കഴിഞ്ഞാൽ നാക്കിന് വലിയ പ്രാധാന്യം പ്രാർത്ഥനയും ഇല്ലാണ്ട് വരും. അതാണ് അവാച്യം, വാക്കുകളില്ല എന്നർത്ഥം. അപ്പം നാക്കിൻ്റെ റോള് കുറയും. ഒരു ഓർമ്മ മതി, ഒരു ചിന്ത, ഒരു ആഗ്രഹം ഉള്ളിൽ വന്നാൽ മതി. നീ വിശുദ്ധിയിലും നീതിയിലുമൊക്കെ നീ നവീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ, നീ ദൈവ പൈതലായി കഴിയുമ്പോൾ, ദൈവമേ എന്ത് ചെയ്യും, ദെപ്റ്റി നടപടി വരുന്നല്ലോ, ആരോട് ചോദിക്കാനാണെന്ന് നീ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. നിൻ്റെ വിളിപ്പുറത്ത് അതിൻ്റെ സമാധാനമായിട്ട് മാതാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കും. അതാണ് ഈ ഉടമ്പടിയുടെ ഒരു പ്രശ്നം. ഉടമ്പടി ഐ ആം നോട്ട് സാറ്റിസ്ഫൈഡ്. ഇപ്പം നിങ്ങളുടെ സാക്ഷ്യങ്ങളിൽ ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. കാര്യം ഉടമ്പടി ഇന്ന് ലഭ്യമായ ഏറ്റവും ഷാർപ്പ് ഷൂട്ട് ചെയ്യുന്ന ഒരു പ്രയർ പ്രോജക്റ്റാണ് ശരിക്കും. അതിൻ്റെ അത് വെട്ടിക്കെട്ട് പോലെ. കാര്യം നിങ്ങളുടെ ആൾക്കാരുടെ സാക്ഷ്യങ്ങൾ കണ്ടിട്ടില്ലേ? ആ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ അത് എൻ്റെ ഒരു കണക്കൂടലാണെങ്കിൽ ശതമാനം കുറവാണ്. ദാറ്റ് മീൻസ് ജനങ്ങൾ ആ ഉടമ്പടിയുടെ മുഴുവനും അരൂപിയിലല്ല ജീവിക്കണത്. ഇതൊരെന്തോ ഒരു ഫങ്ഷൻ പോലെ ആരോ പറഞ്ഞ് കേട്ടിട്ട് എന്തോ വന്ന് കാണിച്ച് അങ്ങനെ പോവുകയാണ്. അതിൻ്റെ ഫലമായിട്ടാണ് ശതമാനത്തിൽ കുറച്ച് വരണത്. സാക്ഷ്യങ്ങൾ പറയണതെല്ലാം വെടിക്കെട്ടാണ്. കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായി. എന്നാ സാക്ഷിയാണ്? മേരി തൃശ്ശൂർ അവർ വന്ന് ഉടമ്പടി എടുത്തിരിക്കുകയാണ്. അവരുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. എണ്ണി ഒരു പ്രശ്നങ്ങൾ പറയാനുണ്ട്. ഒരു ഇന്ത്യൻ ടീച്ചറാണെന്ന് തോന്നാം, റിട്ടയർഡാണ്. പക്ഷേ ഇവർക്ക് ഭയങ്കര ഇൻഡാസ് വന്നിരിക്കുകയാണ്. എന്നാ ഇൻഡാസ്? 2 കൊല്ലത്ത് ഇൻകം ടാക്സിൻ്റെ അടക്ക റെമിറ്റ് ചെയ്യാനുണ്ട്, 4 കൊല്ലത്ത്. അപ്പോൾ അതൊരു 4 കൊല്ലം. അപ്പോൾ ഇൻകം ടാക്സിനെ പറ്റിച്ചു എന്നാണ് പറയണത്. ഇൻകം ടാക്സിനെ പറ്റിച്ചു എന്ന് അവർക്കെങ്ങാനും തോന്നിയാൽ പിന്നെ നമ്മൾ പണ്ടത്തെ പോലെ കത്ത് കൊടുക്കാനോ അപേക്ഷ കൊടുക്കാനോ ഒന്നും പറ്റത്തില്ല. ആദ്യം പൈസ അടക്കാൻ പറയുക, ദെൻ കംപ്ലൈൻ്റ് എന്ന് പറയും. കാര്യം അവരൊത്തിരി സ്ക്രൂട്ടണി ചെയ്തിട്ടാണ് നമുക്ക് അപേക്ഷ വിടുന്നത്. ഇപ്പം ടീച്ചർ പൈസ നല്ല ഭീമമായ എമൗണ്ട് ഉണ്ട്. പക്ഷേ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം, ഉടമ്പടി എടുത്തിട്ട് ടീച്ചറിൻ്റെ വേറെ കുറേ അനുഭവങ്ങളൊക്കെ ഉണ്ട്. കാര്യം ടീച്ചറിൻ്റെ ഫ്രണ്ടിനെ കാണാൻ പോകുന്നുണ്ട്. ഫ്രണ്ടിനെ വയറൊക്കെ വീർത്തിങ്ങനെ മെത്തി ഫ്ലൂയിഡെല്ലാം കിടന്നിട്ട്, അതായത് അങ്ങനെ ഈ ഫ്ലൂയിഡ് കളക്ട് ചെയ്യുന്ന ഒരു രോഗമാണ്. അത് കണ്ടാൽ പേടിച്ചു പോകും. അപ്പോൾ അവർക്ക് 4 ദിവസമായിട്ട് ഒരു ഭക്ഷണം കഴിക്കണില്ല. അപ്പോൾ ഈ ടീച്ചർ എന്നിട്ട് ഉടമ്പടി തൈലം അവിടെ വയറയിൽ പെരട്ടും. അവർ ബോധമില്ലാതെ ഇങ്ങനെ കിടക്കുക. പുറത്തവിടെ ബന്ധുക്കളിരിപ്പുണ്ട് ICUവിൻ്റെ പുറത്ത്. അവർ പുറത്തിറങ്ങിയിട്ട് ഈ കാശ് രൂപ, ഉടമ്പടി കാശ് രൂപ അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇവർ ഇവിടെ കിടപ്പ് കണ്ടിട്ട് ബോധമില്ലാതെ നിവൃത്തിയില്ലാതെ ഇന്ന് രാത്രി മരിക്കുമെന്ന രീതി കിടക്കണ കണ്ടിട്ട് ഈ കാശ് രൂപം ബ്ലൗസിൽ കുത്തി കൊടുക്കും. അവരെല്ലാം ചെയ്തിട്ട് പുറത്തിറങ്ങിയിട്ട് പറയും, പ്രാർത്ഥിക്കണം, ഞാൻ ഇന്ന കാര്യം ചെയ്തിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ അവരെ കേട്ടതും കേൾക്കാത്ത പോലെ ഇരിക്കും. കാര്യം എന്താ വെച്ചാൽ അവർ സൂറായിക്കാരാണ്. സിറിയൻ കാത്തലിക്സ് അല്ല, അത് കാത്തലിക്സാണ്. ഇത് തൃശ്ശൂരുള്ളൊരു പ്രത്യേക സഭയാണ്. അപ്പോൾ അവർക്ക് മാതാവില്ല. അപ്പോൾ മാതാവിൻ്റെ ഈ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അവർക്കത് മനസ്സിലാവത്തില്ല. അതാണ് പ്രശ്നം. ടീച്ചറാണെങ്കിൽ മാർത്തവുമായ കാത്തലിക്കല്ല. പക്ഷേ ടീച്ചർ ഉടമ്പടിയിൽ ഭയങ്കര ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ആളാണ്. അതാണ് പറയുന്നത്. ഈ ഉടമ്പടിയുടെ പ്രശ്നം അതാണ്. ഇത് ആർക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുക? അതിന് കാത്തലിക്സ് ആകണമെന്ന് ഒരു നിർബന്ധമില്ല. ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഉടമ്പടിയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഉടനെ ഓട്ടോമാറ്റിക്കായിട്ട് വർക്കൗട്ടേ ആവും. അതുകൊണ്ട് ടീച്ചർ ഇത് കുത്തിയിട്ട് പുറത്ത് വന്നിട്ട് ഇവരോട് പറയും. ഇവരെ കേട്ടതും കേൾക്കാത്തതും പോലെ ഇരിക്കും. ഇരിക്കുന്ന സമയത്ത് ഈ ബോധം കെട്ട് കിടന്ന ഈ വയറിങ്ങനെ വീർത്ത് മെത്തി ഫ്ലൂയിഡ് അടിച്ചിരിക്കുന്ന ആ രോഗി കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് പുറത്ത് വരും, ആരും ചോദിക്കാതെ. ICUന്ന് ഇറക്കിയാതെ എന്നിട്ട് പറയും ഒന്നും സംഭവിക്കാതെ. ഈ കുത്തിയ കാര്യം കാശിനും കുത്തിയ കാര്യമോ ഉടമ്പടി തരം വയറും തെച്ച കാര്യം അവർക്കറിയത്തില്ല. അവർ വന്ന് ബന്ധുക്കളോ പറയും, നമുക്ക് കടയിൽ ക്യാൻറ്റീനിൽ പോയി ഭക്ഷണം കഴിക്കാമെന്ന് പറയും. അവർ പോയി ക്യാൻറ്റീനിൽ പോയി ഭക്ഷണം കഴിക്കും. 2 പ്രാവശ്യം ഭക്ഷണം കഴിക്കും അവർ.
എന്നിട്ട് തിരിച്ച് വരുമ്പോൾ ഈ ഫുഡെല്ലാം വയറ്റിൽ നിന്ന് പോകും. ഡോക്ടർ വന്ന് എടുത്തു കളയും. അപ്പോഴങ്ങനെ വന്ന് അത് ഹീലാവും. അപ്പം അങ്ങനെ ഒരു അടയാളം ടീച്ചറിന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം ഇൻകം ടാക്സ് വരണത്. ഇൻകം ടാക്സിൻ്റെ ഓഫീസിൽ ചെല്ലും ടീച്ചർ. ഓഫീസിൽ ചെല്ലുമ്പോൾ പറയുമ്പോൾ ഇത് ഓഫീസർ പറയും. അപ്പം ഇവിടെ ആദ്യം അച്ഛനെ കാണാൻ വരും. അച്ഛനെ കാണാൻ വരുമ്പോൾ ഈ ടീച്ചർ ഈ ഇൻകം ടാക്സിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. നിങ്ങൾക്കറിയാമല്ലോ, ഇവിടെ 2 മീറ്റർ 3 മീറ്റർ കിട്ടണത്. അതായത് ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ലാസ്റ്റ് ആ വിഷയം മാതാവിൻ്റെ മധ്യസ്ഥയിൽ കേട്ട് യേശുനാമത്തെ കൈവച്ച് കൊടുക്കുന്ന ശുശ്രൂഷ മാത്രമേ ഇവിടെ ഉള്ളൂ. അത്രയും മതി, കാര്യങ്ങൾ നടക്കാൻ അത് മതി. അല്ലാതെ ഈ 2 മണിക്കൂർ ഇരുന്ന് സംസാരിക്കേണ്ട ഒരു കാര്യമില്ല. നിങ്ങളെ കുളകുളാന്ന് സംസാരിച്ച് ഞാൻ മൈൻഡ് ചെയ്ത് പോലും ഇല്ല. കാര്യം നിങ്ങൾ സംസാരിക്കേണ്ടതല്ല ഇവിടെ. ആ വിഷയം എൻ്റെ കയ്യിലുണ്ട് ഓൾറെഡി. ഇതൊക്കെ ഓൺലൈനിൽ എപ്പോഴും പ്രെയർ ചെയ്തിട്ടിരിക്കുന്ന വിഷയമാണ്. അപ്പം നിങ്ങളൊന്ന് കണ്ടുമുട്ടുക, തലയിലൊന്ന് കൈവെക്കുക, അത്രേ അവിടെ പ്രശ്നമുള്ളൂ. അപ്പോൾ ഇത് അറിയാൻ പാലാത്ത ഒരു ഉടമ്പടിയിൽ അത്ര സജീവമല്ലാത്ത ആൾക്കാരാണ് വാകുളശ്ശേരികളെപ്പോലെ ഇവിടെ കിടന്ന് കണാകുണാക്കെ സംസാരിക്കുന്നത്. ഞാനത് മൈൻഡ് ചെയ്യത്തില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഉടമ്പടി ഉഴപ്പിയ കേസാണെന്ന് മനസ്സിലാവും. ഉടമ്പടിയെക്കുറിച്ച് ബുദ്ധിബോധം ഇല്ലാത്ത വർഗ്ഗമാണ് കിടന്നുകൊണ്ട് സംസാരിക്കണമെന്ന് എനിക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ അവർ പറഞ്ഞ കാര്യം ഓഫീസിൽ നിന്ന് എനിക്ക് കറക്റ്റ് എൻ്റെ ഷോട്ട് തന്നിട്ടുണ്ട്. ആസാനം വർക്കൗട്ട് ചെയ്യും മര്യാദക്ക് നിന്ന് ആ സമയത്ത് പ്രാർത്ഥിക്കുകയാണെങ്കിൽ. പക്ഷേ ഈ എല്ലാവരും പറയണമെങ്കിൽ എനിക്ക് മനസ്സിലാവും ശരിക്കും. കാര്യം ഈ 10-21 ലക്ഷം ആൾക്കാരുടെ വിഷയങ്ങൾ കേട്ടത് കാരണം വാ പൊളിക്കുമ്പോൾ തന്നെ ഇതാണ് വിഷയമെന്ന് നമുക്കറിയാം. പക്ഷേ ഇവിടെ ഇൻകം ടാക്സിൽ ഇവർക്ക് എങ്ങനെയാണ് ഇത്രയും റെമിറ്റൻസ് വന്നു എന്നുള്ളത് ഇവർ പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലാവണില്ല. ഇവരങ്ങനെ ചതിക്കുന്ന ആളല്ല, ഗവൺമെൻറ്റിനെ പറ്റിക്കുന്ന ആളല്ല. പിന്നെ എങ്ങനെയാണ് ഇവർക്ക് ഇങ്ങനെ ഇത്രയും അരിയർ വന്നത് എന്ന് എനിക്ക് മനസ്സിലാവണില്ല. അവർ പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലാവണില്ല. ഞാൻ മാതാവിൻ്റെ അടുത്ത് ചെന്നിട്ട് ഇവരുടെ ഇൻകം ടാക്സ് പേപ്പർ വെക്കും. ഇൻകം ടാക്സ് പേപ്പർ വെക്കുമ്പോൾ മാതാവ് എന്നോടൊരു കാര്യം പറയും. എനിക്ക് ആ മേഖല അറിയാൻ പാലാത്തതാണ്, ഓഡിറ്റിംഗ് മേഖല അറിയാൻ പാലാത്തതാണ്. മാതാവ് എന്ന് വന്നിട്ട് ഇവിടെ തലയെ കൈവച്ച് കഴിയുമ്പോൾ TN എന്നും പറഞ്ഞ് ഈശോ എഴുതി കാണിക്കും, TN. അപ്പോൾ ഞാൻ ടീച്ചറെ എന്താണെന്ന് അറിയാൻ പാടില്ല, TN എന്നും പറഞ്ഞ് എഴുതി കാണിക്കണമെന്ന് പറഞ്ഞു. ടീച്ചറിന് മനസ്സിലായില്ലേ TN എന്താണെന്ന്? ഇപ്പം ഞാൻ പറഞ്ഞ് ഈ TN എന്ന് പറഞ്ഞാൽ എനിക്ക് പണ്ട് TN എന്ന് പറഞ്ഞൊരു വണ്ടി ഉണ്ടായിരുന്നു. വിജയകുമാർ സാർ വാങ്ങിച്ചു തന്നതായിരുന്നു കാറ്. അവിടെ വിജയകുമാർ സാറിൻ്റെ കാർ എനിക്ക് തന്നതാണ്. അത് TN രജിസ്ട്രേഷൻ തമിഴ്നാടാണ്. അപ്പം ഞാൻ ഈ തമിഴ്നാടുമായിട്ട് ബന്ധപ്പെട്ട് ഈ വിഷയസ് എന്തെങ്കിലും ഉണ്ടോ ടീച്ചറെ എന്ന് ഞാൻ മാത്രം ചോദിച്ചു. കാര്യം എനിക്ക് അറിയത്തില്ലല്ലോ, സബ്ജക്റ്റ് വൈസ് എനിക്ക് അറിയത്തില്ല. പക്ഷേ ഇൻകം ടാക്സ് ഓഫീസിൽ ടീച്ചർ ചെന്നപ്പോൾ അവിടുത്തെ ഓഫീസർ പറഞ്ഞ് എനിക്ക് ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ല, നിങ്ങളെ കണ്ടാൽ ഗവൺമെൻറ്റിനെ ചതിച്ചതായിട്ട് തോന്നത്തില്ല, പക്ഷേ ഈ വിഷയത്തിൽ ഒന്നും ചെയ്യാനില്ല, പൈസ അടക്കുക മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് കേസിലേക്ക് പോവുകയാണ്. കേസിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ പലിശയുടെ പലിശയും എല്ലാം കൂടി പണിയാവും. അപ്പോൾ ഒന്നും ചെയ്യാം. അപ്പോൾ ഈ ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഉടമ്പടിയിൽ നല്ല വിശ്വാസമാണ്. ഇപ്പോൾ ഈ ഓഫീസർ ഇവിടെ തള്ളിക്കളയുമ്പോൾ ഇവർ ന്യൂട്രായിട്ട് പതറത്തില്ല. അവിടെ വെച്ച് പതുക്കെ ഉടമ്പടി ഉപ്പെടുത്തിട്ട് സാറിന് മേശപ്പുറത്തിടും. അതൊരു വിശ്വാസ പ്രമാണം ചൊല്ലും. നമ്മളെ എല്ലാവരും ഈ വിശ്വാസത്തിൻ്റെ ആപ്ലിക്കേഷനിൽ റീസൺസ് ഒന്നുമില്ല. റീസൺ എന്ന് പറയുന്നത് വിശ്വാസം തന്നെയാണ്. അതിൻ്റെ വിശ്വാസത്തിൻ്റെ റീസൺ എന്ന് പറയുന്നത് ബുദ്ധിയല്ല, വിശ്വസിക്കുന്നു എന്നുള്ളതാണ് റീസൺ. അതിൻ്റെ യുക്തി എന്താണ്? വിശ്വാസത്തിൻ്റെ യുക്തി എന്താണ്? ഞാൻ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ യുക്തി. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. അതിന് വേറെ സെക്കുലർ യുക്തിയില്ല. ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ കർത്താവിൽ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ വിശ്വസിക്കുന്നു, അതാണ് എൻ്റെ യുക്തി. ആ വിശ്വാസത്തിൻ്റെ യുക്തിയാണുള്ളത്. ടീച്ചർ ഈ ഉടമ്പടി ഉപ്പെടുത്തിട്ട് മേശയുടെ ഇൻകം ടാക്സ് ഓഫീസിൻ്റെ മേശത്തായിട്ട്. കാരണം ഉടമ്പടി ഉപ്പിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാമല്ലോ. എന്താ അർത്ഥം? ഉപ്പ് ഉടമ്പടിയുടെ അടയാളമാണ്, ഉടമപ്പെടുത്തലാണ്. ബൈബിളിൽ ഉപ്പിടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് ആ സ്ഥലം ഇനിയുള്ള സംസാരങ്ങൾ SP ആയാലും പട്ടാളമായാലും പോലീസായാലും പ്രധാനമന്ത്രി ആയാലും ഇനിയുള്ള സംസാരങ്ങൾ ദൈവത്തിന് ഉടമപ്പെടുത്തുന്നു. നീ വിഷയം പൂർണ്ണമായിട്ട് ടേക്കപ്പ് ചെയ്യുന്നു ദൈവം. അത് ഇവിടെ ദൈവത്തിൻ്റെ അധികാരവും ദൈവത്തിൻ്റെ രാജ്യവും ഞാൻ പ്രഖ്യാപിക്കുന്നു. ദൈവത്തിൻ്റെ ആധിപത്യം. കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വെയർ ഗോഡ് റെയിൻസ്. അപ്പം ഞാൻ പഠിക്കുന്ന കാലത്ത് പഠിച്ചത് സത്യമാണ്. ഈ സത്യങ്ങളെല്ലാം പ്രായോഗിക സത്യങ്ങളാണ്. എന്താണ് ദൈവരാജ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ
നിങ്ങളെ രാമരാജ്യമുണ്ട്, അതുപോലെ തന്നെ ഇസ്ലാമിക് സ്റ്റേറ്റ്സ് ഉണ്ട്. പക്ഷെ അതല്ല ദൈവരാജ്യം. വാട്ട് ഈസ് ദൈവരാജ്യം? ഈശോ ദൈവരാജ്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. വാട്ട് ഈസ് കിങ്ഡം ഓഫ് ഗാഡ്? ബെസ്ലിയ തോൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ യു. അത് നിന്നിൽ തന്നെയാണ്. അതെന്താണ് കിങ്ഡം ഓഫ് ഗോഡ്? വേറെ ഗോഡ് റെയിൻസ്. എവിടെയാണോ ദൈവ അധികാരം നടപ്പിലാക്കുന്നത്, എവിടെയാണോ ദൈവത്തിൻ്റെ നാമം പ്രഘോഷിക്കപ്പെടുന്നത്, എവിടെയാണോ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറുന്നത്, അതാണ് ദൈവരാജ്യം. നമ്മളെ ഉപ്പിട്ടിട്ട് പറഞ്ഞത് എന്താണ്? ദൈ കിങ്ഡം കം എന്നാണ് പറഞ്ഞത്. നാം പ്രാർത്ഥിക്കുന്നത് എന്താണ്? അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഭരണത്തിൻ്റെ കീഴിലാകണമേ. ഇനി സാത്താനോ മനുഷ്യനോ ഇവിടെ ഭരിക്കാൻ പാടില്ല. ഞാൻ വിശ്വസിക്കുന്നു നീയാണ് ദൈവമെന്ന്. അതുകൊണ്ട് നിൻ്റെ രാജ്യം ഈ ഇൻകം ടാക്സ് ഓഫീസിൽ നിറവേറണം എന്ന് പറഞ്ഞ് ഉപ്പിട്ട് കഴിഞ്ഞപ്പോൾ നമ്മളെന്താ ചെയ്യണത് എന്ന് പറഞ്ഞിട്ട് ഉപ്പിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും? വിശ്വാസ പ്രമാണം ചൊല്ലാം. വിശ്വാസ പ്രമാണം എന്ന് പറഞ്ഞാൽ എന്താണ്? യേശു കർത്താവാണ്, യേശു അധികാരിയാണ്, യേശു രാജാവാണ് എന്ന് ഞാൻ യേശുവിൻ്റെ ആധിപത്യത്തിന് ഞാൻ എൻ്റെ ഈവൻസുകൾ ഞാൻ ഏൽപ്പിച്ച് കൊടുത്തുകൊണ്ട് യേശുവിൻ്റെ നാമത്തെ ഞാൻ മഹത്വപ്പെടുത്തും. അതാ വിശ്വാസ പ്രമാണം. യേശു കർത്താവാണെന്ന് റോമ 8:10 9:10 വായിച്ചുള്ളൂ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. റോമ 10:9. ആകയാൽ യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. മരിച്ചവരിൽ നിന്ന് എന്താ നമ്മൾ വിശ്വസിക്കണത്? ഒന്ന് എന്താ പറഞ്ഞത്? യേശു കർത്താവാണ്. പറഞ്ഞേ, യേശു കർത്താവാണ്. നമ്മൾ വിശ്വസിക്കണത് എന്താണ്? ഒത്തിരി വാരിക്കെട്ടൊന്നും വിശ്വസിക്കണില്ല. എന്താണ്? യേശു കർത്താവാണ്. പ്രൈസ് ദി ലോർഡ്. ഒന്ന് പറഞ്ഞേ, യേശു കർത്താവാണ്. അപ്പൊ യേശു കർത്താവാണെന്ന് പറയുമ്പോഴേ ഈ ലോകത്തിൻ്റെയും വരാനിരിക്കുന്ന ലോകത്തിൻ്റെയും കർത്താവാണ്, ജീവൻ്റെയും മരണത്തിൻ്റെയും കർത്താവാണ്. അതുകൊണ്ടാണ് ഈശോ പറയണത്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യോഹന്നാൻ 11:25 എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അപ്പം മരണം എന്ന് പറഞ്ഞാൽ പോലും വിശ്വാസമുണ്ടെങ്കിൽ ജീവനുണ്ടാകും. ചത്തുപോയ സംഭവമായിരിക്കും. മനസ്സിലായില്ലേ? ചത്തുപോയ സംഭവമായിരിക്കും. ഇപ്പോൾ ഇൻകം ടാക്സ് വന്ന് ഇവരുടെ സമാധാനം ചത്തുപോയി ഇല്ലേ? ജപ്തി നടപടി വന്ന് നിങ്ങളുടെ സാമ്പത്തിക തകർച്ച വന്നുപോയി, ചത്തുപോയ സംഭവമാണ്. പക്ഷേ ഇതിനെ ജീവിപ്പിക്കാനുള്ള ഒറ്റ സിംഗിൾ ഫോർമുലയേ ഉള്ളൂ. എന്താണ്? എന്നിൽ വിശ്വസിക്കുന്നവൻ. പറഞ്ഞേ, എന്നിൽ വിശ്വസിക്കുന്നവൻ ഏത് തരത്തിൽ മരിച്ചു പോയാലും ജീവിക്കും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ ശരീരത്തെ മരിച്ചാൽ പോലും, കാരണം ഞാൻ അമ്മയെ കണ്ടില്ലേ, അമ്മ ഈ ലോകത്ത് ജീവിച്ചിരുന്ന ആളാണല്ലോ. അമ്മ 2000 കൊല്ലം മുമ്പ് ഈ ലോകത്ത് ജീവിച്ച് നിങ്ങളെപ്പോലെ ജീവിച്ചിരുന്ന ആളല്ലേ. ആ ആളിനല്ലേ ഞാൻ പുറകിൽ സമയഘടികാരം ചാർത്തി കണ്ടത്. അപ്പം എന്താണ്? എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അപ്പം നിത്യജീവൻ എന്നുള്ള വിഷയമാണ് യേശുവിലേക്ക് നമ്മളെ മറ്റ് ദൈവസങ്കല്പങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ഇതെന്താ നമ്മളിതെങ്ങനെയാണ് ഒരു സിമ്പിൾ ആൻഡ് സിംഗിൾ ഓപ്പറേഷനിലൂടെയാണ് ഈ ആക്ടിവേഷൻ നടക്കുന്നത്. റോമ 10:9 എന്താണ്? യേശു കർത്താവാണ്. പറഞ്ഞേ, യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റു പറയുന്നു. ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്നു. ഞാൻ ദൈവം അവനെ മരിച്ചവെന്ന് ഉയർപ്പിച്ചതുപോലെ അവനെ വിശ്വസിക്കുന്ന എൻ്റെ ജീവിതത്തെയും ഈ സകല സാഹചര്യങ്ങളിൽ നിന്ന് ലിഫ്റ്റ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് അവൻ്റെ നാമത്തിലാണ് ഞാൻ ഈ ആക്ടിവേഷൻ നടക്കുന്നത്, ഈ സാൾട്ടാറ്റീവ് ആക്ടിവേഷൻ നടക്കുന്നത്. അവരെ ഉപ്പ് താഴെയിട്ട് തരി 2-3 തരി ഇട്ട് കാണത്തുള്ളേ.
അല്ല നിങ്ങളെപ്പോലെ ചാക്ക് പോലെ ഇവിടെ കുഴഞ്ഞിട്ടൊന്നുമില്ലേ. 2 തരി വിശ്വാസത്തിന് 2 തരി മതി. 2 തരി ഇട്ടിട്ട് വിശ്വാസം പ്രഖ്യാപിക്കും. ആ സെക്കൻഡുകൾക്കുള്ളിൽ ഇവർ ഉയർത്തുന്നേക്കും. അതെങ്ങനെ ഉയർത്തുന്നേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടനെ ഓഫീസറുടെ മൈൻഡ് സെറ്റ് മാറും. ഓഫീസർ പറയും നിങ്ങളുടെ ടാൻ നമ്പർ ഇങ്ങോട്ട് തരാൻ പറയും. കണ്ട TN പറഞ്ഞ കണ്ടില്ലേ? പ്രൈസ് ദി ലോർഡ്. Praise the Lord. Hallelujah, hallelujah, hallelujah. അപ്പം എനിക്ക് ഇൻകം ടാക്സ് അറിയാൻ പാടില്ലാതെ ഉള്ളു. എല്ലാം പഠിച്ചിട്ടാണ് ഇവിടെ ഇരിക്കുന്ന ഒരാൾ. TN പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഉടനെ ടീച്ചർ ഇൻകം ടാക്സിന് ഇവിടെ ടാൻ നമ്പർ കൊടുക്കും. ടാൻ നമ്പർ കമ്പ്യൂട്ടർ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 4 കൊല്ലമായിട്ട് ഇവരെക്കുറിച്ച് യാതൊരുവിധ അരിയർ ഇവർക്ക് കടം, അതായത് ടാക്സ് അടക്കാനുണ്ട് എന്നുള്ള യാതൊരുവിധ എൻട്രിയും മെയിൻ ഓഫീസിൽ നിന്ന് വന്നിട്ടില്ല. അങ്ങനെ ഒരു വിഷയമില്ല. ഇത് തെറ്റി വന്നിരിക്കുന്ന സാധനമാണെന്നാണ് പറയണത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിൻ്റെ രീതിയിൽ ഇടപെടാതിരുന്നെങ്കിൽ ഈ പൈസ മൊത്തം അടച്ചിട്ട് കംപ്ലൈൻറ്റ് ചെയ്യാൻ പറയും. ഇത് ഇവിടെ ചെന്ന് അവസാനിക്കാത്ത കേസാണത്. നമ്മളിൽ നിന്ന് എന്താ മനസ്സിലാക്കണത്? എല്ലാത്തിനും പോംവഴിയുണ്ട്. പക്ഷെ ആ ഉടമ്പടി എടുക്കാൻ പറ്റിയ ആൾക്കാരുടെ കയ്യിൽ ചെന്ന് വരുമ്പോഴാണ് മഹാത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? ഇതിൻ്റെ അകത്ത് 50% ആൾക്കാരും ഉടമ്പടി എടുക്കാൻ യോഗ്യതയില്ലാത്തവരാണ്. അവിടെയാണ് ഈ പ്രശ്നം വന്നിരിക്കുന്നത്. ഉടമ്പടി എടുക്കാൻ യോഗ്യതയുള്ളവരുടെ കയ്യിൽ ചെന്ന് ഉടമ്പടി വന്നാൽ ഉടമ്പടിയിലൂടെ ദൈവം ഇങ്ങനെ നാഷണൽ ഹൈവേയിലൂടെ 240 മൈൽ സ്പീഡിൽ വരണ കാണാം. അതുകൊണ്ട് നിങ്ങളുടെ ചുമതലയാണ് നിങ്ങളുടെ ഉടമ്പടി ആക്ടിവേറ്റ് ചെയ്തിട്ട് ദൈവത്തിൻ്റെ പ്രസൻസ് എത്രയും സ്പീഡപ്പ് ആക്കേണ്ടത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഉടമ്പടി അർഹിക്കുന്ന ചൈതന്യത്തോടെ ദൈവസ്നേഹത്തോടെ സത്യത്തോടെ വിശുദ്ധിയോടെ നിറവേറ്റുവാൻ എന്നെ അഭിഷേകം ചെയ്യണം. അവിടുത്തെ ശുശ്രൂഷ ചെയ്യാനുള്ള കൃപ ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഒരുമിച്ച് പാടുക. ഓ സ്വർഗശക്തിയെ ശക്തിയെ നീലേകളെ, ഓ സ്വർഗശക്തിയെ ശക്തിയെ നീലേകളെ, ദൈവസ്തുതി പാടുക, ദൈവസ്തുതി പാടുക, ഓ പാവനാവേ പരമേറങ്ങേണം വിശുദ്ധി എന്റെ ഓ പാവനാവേ പരമേറങ്ങേണം വിശുദ്ധി എന്റെ Praise the Lord. അതുപോലെ ഈ ആഴ്ചത്തിലെ മറ്റൊരു സാക്ഷ്യമാണ് സിമി അനീഷിൻ്റെ സാക്ഷ്യം. സിമി അനീഷിൻ്റെ സാക്ഷ്യവും ഇതുപോലെ തന്നെ ഒരു പ്രത്യേകതയുള്ള സാക്ഷ്യമാണ്. സിമി അനീഷിൻ്റെ വിഷയം, അവർ കോതമംഗലമാണ്. അവർ ഈ മേഖലയുമായിട്ടും ആലപ്പുഴയുമായിട്ടൊക്കെ ബന്ധമില്ലാത്ത ഒരാളാണ്. അവരോട് ആരോ ഉടമ്പടിയെക്കുറിച്ചൊക്കെ പറഞ്ഞെങ്കിലും അവർ വീട്ടിൽ നിന്ന് ഉടമ്പടി എടുക്കാൻ വിടത്തില്ല. അതിവിടെ പ്രാർത്ഥിച്ചാൽ മതി, നമ്മുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന ഉണ്ടല്ലോ, അത് മര്യാദക്ക് നീ ഉറക്കം തൂങ്ങാതെ പ്രാർത്ഥിച്ചാൽ മതി. അങ്ങനെ പറയല്ല. നമ്മുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥനയുള്ള വീടാണ് ഇവിടെ പ്രത്യേകിച്ച് ഉടമ്പടിയുടെ ആവശ്യമൊന്നുമില്ല. മര്യാദക്ക് നീ ഉറക്കം തൂങ്ങാതെ പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറയും.
അതുകൊണ്ട് വിടത്തില്ല, വീട്ടിൽ നിന്ന് വിടത്തില്ല. ഇനി സിമി അനീഷിൻ്റെ പ്രശ്നം വെച്ചാൽ, സിമി അനീഷ് എങ്ങനെയാണ് ഉടമ്പടിയെക്കുറിച്ച് വന്നത്? അതായത് ഇവൾ OIT എഴുതാൻ വേണ്ടി ആദ്യം ഒരു ഓൺലൈൻ ഉടമ്പടി ചെയ്യും. കാര്യം ഇതിന് മാതാവിന് പറയും, മാതാവ് എനിക്ക് അവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി ചെയ്യാൻ പറ്റുന്ന കണ്ടീഷൻസ് അല്ല, വീട്ടിൽ നിന്ന് എന്നെ വിടുന്നില്ല, അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റണത് ഓൺലൈൻ ഉടമ്പടിയാണ്. എനിക്ക് ഈ കോവിഡ് കാലത്താണ് ഓൺലൈൻ ഉടമ്പടി അമ്മ തന്നത്. അന്ന് പക്ഷേ ഉള്ളതിനേക്കാൾ അന്ന് തീർത്ഥാടനം ചെയ്യാൻ ഇവിടെ എത്താനും ആർക്കും പറ്റത്തില്ല, എല്ലാ രാജ്യങ്ങളിലുള്ളവർ ഓൺലൈൻ ഉടമ്പടി ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം അതല്ല. അന്ന് ഇവിടെ വന്ന് ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ പറ്റാത്തത് കൊണ്ട്, അല്ല, ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഓൺലൈൻ ഉടമ്പടി എടുത്ത ആൾക്കാരാണ് ഉള്ളത്. പക്ഷേ അവർക്കുണ്ടായതിനേക്കാൾ എക്സ്പീരിയൻസ് ഇന്ന് ഓൺലൈൻ ഉടമ്പടിക്കുണ്ട്. സാക്ഷ്യങ്ങൾ എപ്പോഴും ഓൺലൈൻ ഉടമ്പടി പറഞ്ഞാൽ കേൾക്കാം. ഞങ്ങൾ ആ ഓൺലൈൻ ഉടമ്പടിയെക്കുറിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കാലത്ത് അമ്മ തന്ന നോട്ടിനേക്കാൾ വലുതാണ് ഇപ്പോഴും റെസ്പോണ്ട് ചെയ്യണത്. അപ്പോൾ പലരും എന്നോടൊന്ന് ചോദിച്ചു, അച്ഛാ തീർത്ഥാടന ഉടമ്പടി പോലെ ആയിരിക്കുമോ, അത്രയും പവർ ആയിരിക്കുമോ ഉടമ്പടിക്ക് എന്ന്. ഉടമ്പടിയുടെ കാലത്ത് തന്നെ ആ ഓൺലൈൻ ഉടമ്പടി താഴെ ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നുണ്ട്. കാര്യം 2017 2018 തീർത്ഥാടന ഉടമ്പടി കോവിഡ് മുമ്പ് കത്തിയൊരു കാലമുണ്ട്. അത് വന്ന് ചെയ്ത് അനുഭവം കിട്ടിയ ആൾക്കാരെ ഓൺലൈൻ ഉടമ്പടി ചെയ്യത്തില്ല. പിന്നെ അപ്പോൾ താഴെ കമൻറ്റ് ചെയ്യും, ഇത് നമ്മുടെ തീർത്ഥാടന ഉടമ്പടി പോലെ വരുമോ? അത്രയും കമ്മിറ്റ്മെൻ്റ് ഇല്ലല്ലോ. ഇത് കഷ്ടപ്പെടണ്ടേ? 3 മണിക്ക് രാത്രി വീട്ടിൽ നിന്ന് പോരണം, ഇവിടെ വന്ന് ഉറക്കം തൂങ്ങിയിരിക്കണം, ഇല്ലേ, ഇടി കൊള്ളണം, ക്യൂ നിൽക്കണം. അതെല്ലാം ഈ ഉടമ്പടിയുടെ ഭാഗമാണ്. ഇപ്പം നിങ്ങൾ പലരും ഇപ്പം മെത്രാനച്ചന്മാരും അതുപോലെ തന്നെ ഡിഗ്നിറ്ററീസൊക്കെ എന്നെ വിളിച്ചിട്ട് പറയും, എൻ്റെ ഇന്ന ആൾ വരുന്നുണ്ട്, അത് ഉടമ്പടി എടുക്കാൻ സഹായം ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അച്ഛനെ കാണാൻ സഹായം ചെയ്ത്. ഇപ്പം ഞാനത് അധികം പ്രൊമോട്ട് ചെയ്യത്തില്ല. എന്താ കാര്യം? അവർ ഗ്രീൻ ചാനലിൽ വന്നു കഴിഞ്ഞാൽ VIPs ആയിട്ട് പോകാവുന്നേ ഉള്ളൂ, പക്ഷേ കർത്താവ് കൂടെ പോകത്തില്ല. അതാണ് പ്രശ്നം. അതുകൊണ്ട് ഞാനത് തണുപ്പിച്ച് കളയും. ഞാൻ പിതാവേ ആദ്യം അവരോട് ഉടമ്പടി എടുക്കാൻ പറ, അവർ ഇടിയും ചൂടുമൊക്കെ മേടിക്കട്ടെ, കുറച്ച് അവിടെ പെയിൻ്റൊക്കെ ഒന്ന് ഇളകട്ടെ. ചിലപ്പോൾ സ്ഥലത്തെ പ്രധാന ദിവ്യന്മാരൊക്കെ ആയിരിക്കും, തങ്ങളെക്കാൾ വലുത് മുഖ്യമന്ത്രി പോലും എന്നേക്കാൾ വലുതല്ലെന്ന് പറഞ്ഞിരിക്കുന്ന അഹന്തയുള്ള ആൾക്കാരൊക്കെ VIPsനെ സ്വാധീനം ചെയ്തിട്ട് ഉടമ്പടി എടുക്കാൻ നോക്കും. അപ്പോൾ അതൊക്കെ എനിക്കറിയാവുന്നതുകൊണ്ട് അഹങ്കാരം, അതുപോലെ തന്നെ മറ്റു മനുഷ്യരെ കൂടെ നിൽക്കാനും ക്യൂ നിൽക്കാനും വെയിറ്റ് ചെയ്യാനും ഒക്കെ ഒന്നും അവർക്ക് മനസ്സില്ല. അപ്പോൾ അത് അങ്ങനെ എളിമ ഇല്ലാത്തത് കൊണ്ട് ഉടമ്പടി വർക്ക് ചെയ്യത്തില്ല. അതെനിക്കറിയാം. പിന്നെ നമ്മുടെ ചീത്തപ്പേര് കൃപാസനത്തിനുണ്ടാകാമെന്നല്ലാതെ അങ്ങനെയുള്ള ഐറ്റംസ് കൊണ്ട് നമുക്ക് പ്രയോജനമില്ല. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു ടേക്ക് ദ ഉടമ്പടി, എന്നിട്ട് അവിടെ നിന്ന് നിങ്ങളുടെ കാര്യങ്ങൾ കാണിച്ചിട്ട് അത് ഇവിടെ പ്രശ്നമൊന്നുമില്ല, ഇവിടെ പാവപ്പെട്ടവനോടും രോഗിയോടും എല്ലാം ഒരേ മൈൻഡാണ്. ഞങ്ങളങ്ങനെ നീതിയോടെ ശുശ്രൂഷ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പണി കിട്ടും. കാര്യം ഇപ്പം ഞങ്ങളിവിടെ എന്ത് കസത്ത് കാണിച്ചാലും ചെയ്യേണ്ടതാരാണ്? ദൈവമല്ലേ ചെയ്യേണ്ടത്. അതാണ് പ്രശ്നം. അതൊരു സത്യത്തിൻ്റെ പണിയുണ്ട്. അപ്പം അതുകൊണ്ട് ഞങ്ങളത് പ്രൊമോട്ട് ചെയ്യത്തില്ല. പിന്നെ ചില ആൾക്കാർ എന്നോട് പണ്ടൊക്കെ പ്രവർത്തിച്ചിരുന്നവരൊക്കെ വരുമ്പോൾ അവരച്ഛനെ കാണുന്നത് പറയുമ്പോൾ ഞാൻ ഉടമ്പെടുക്കാൻ പറയത്തില്ല. പക്ഷേ അവർ വന്നിട്ട് അവരുടെ കുടുംബകാര്യം, അത് സാമൂഹ്യ കാര്യങ്ങളൊക്കെ പറയും. പക്ഷേ പേഴ്സണലായിട്ട് പ്രാർത്ഥനാ കാര്യം പറയുമ്പോൾ ഞാൻ പറയും ക്ലിയർ, നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് ഭൗതിക കാര്യങ്ങളാണ്, കുടുംബപരമായ പ്രാർത്ഥന കാര്യങ്ങൾ നിങ്ങൾ ഉടമ്പടി എടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ വെച്ചാൽ അവരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തരികിട കാണിക്കുകയാണ്. അതായത് അവർക്ക് പണ്ട് അച്ഛനോടുള്ള ബന്ധം വെച്ചുകൊണ്ട് വന്നിട്ട് അവർ ഭൗതിക കാര്യങ്ങൾ അല്ലെങ്കിൽ സംഘടനാ കാര്യങ്ങൾ സമുദായ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതിൻ്റെ വേജേന അവിടെ കാര്യം അവതരിപ്പിക്കും. പക്ഷേ അവരുടെ കാര്യത്തിൽ പൊളിക്കുമ്പോഴത്തേനും ഞാൻ ഈ ക്ലിപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ തന്നെ ക്ലിപ്പിടും, വണ്ടി വിട്ടേക്കാൻ പറയും. നിങ്ങളീ പറഞ്ഞ സാധനം ഓക്കെ, അത് ഞാൻ സെറ്റ് ചെയ്ത് തരാം. മറ്റത് കൃപാസനത്തിലാണ് നിങ്ങൾ വരണത്, അത് ഉടമ്പടിയിലൂടെ പോകത്തുള്ളൂ. കാരണം നമുക്ക് തന്നിരിക്കുന്ന ഉടമ്പടിയാണ്. അതുകൊണ്ട് ആരായാലും അത് ഉടമ്പടിയിലൂടെ പോകത്തുള്ളൂ. അതിനെന്ന് പറഞ്ഞാൽ നല്ല ഇൻവെസ്റ്റ്മെൻറ്റാണ്, കഷ്ടപ്പാടാണ്. ശരി, കൈ നനയാതെ മീൻ പിടിക്കാൻ പറ്റത്തില്ലല്ലോ, ഇല്ലേ? ബസ്സിലൊക്കെ നിന്ന് വരണം, ചിലപ്പോൾ നിന്ന് പോകേണ്ടി വരും. ഇവിടെ തന്നെ ഇരിക്കാൻ സ്ഥലം പോലും കിട്ടില്ല, എഴുന്നേക്കാൻ പറ്റും, പക്ഷേ ഇരിക്കാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ എന്തെല്ലാം പ്രശ്നം, അതെല്ലാം ഉടമ്പടിയിലുള്ള കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ്.
അതൊക്കെ ദൈവത്തിന് വേണ്ടിയും വിശ്വാസത്തിന് വേണ്ടിയും മാതാവിന് വേണ്ടിയും ഉടമ്പടി ഭാഗമായിട്ട് വിശ്വാസത്തിൻ്റെ പേരിലാണ് നിങ്ങൾ എടുക്കണമെങ്കിൽ അതുതന്നെ ദൈവം സ്വീകരിക്കണം. ഏറ്റവും വലിയ നിങ്ങൾ അല്ലെങ്കിൽ ഓരോ സമയത്ത് എഴുന്നേൽക്കുമ്പോൾ ഈശോ ഇവരെവിടെ നിന്ന് വന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില അലപരാധികൾ സ്ത്രീകളെ വന്നിരിക്കത്തില്ലേ, എന്നിട്ട് അടുത്തിരിക്കുന്നവർ ആരും ഇരുത്തത്തില്ല, മുട്ടല്ലേ തട്ടല്ലേ എന്നൊക്കെ പറഞ്ഞിരിക്കത്തില്ലേ. ഇതെല്ലാം അവതാരങ്ങളാണ്. അപ്പോൾ അതൊന്നും ഉടമ്പടി വർക്ക് ചെയ്യത്തില്ല. ആ മുട്ടും തട്ടെല്ലാം കൊണ്ട് നെരിഞ്ഞും പുഴുങ്ങിയൊക്കെ ഇരുന്ന് അതെല്ലാം കർത്താവിൻ്റെ വചനം കേൾക്കാൻ വേണ്ടിയുള്ള നമ്മുടെ ഒരു കമ്മിറ്റ്മെൻറ്റായിട്ട് ദൈവസ്നേഹത്തോടെ കാഴ്ചവെച്ച് വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ദൈവം ആ സമയത്ത് ഞാൻ ഉടമ്പടി ടേക്കപ്പ് ചെയ്യും. കാര്യം നമ്മൾ ഈ അമ്മ എന്താ പറയണത്, വിനയാന്യതരെ ഉയർത്തി ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന്, അതാണ് ഇതിൻ്റെ അത് ഉള്ളതാണ്. ദൈവത്തിൻ്റെ നടപടിക്രമങ്ങളിൽ ഒന്നതാണ് വിനയാന്യതരെയാണ് ഉയർത്തത്തുള്ളത്. ശക്തന്മാരാണെന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ വലിച്ചു താഴിടും. അവിടെയാണ് എൻ്റെ അത് ടേക്ക് ദ ബെഡ് ഓഫ് ശ്രുതികട ഹല്ലേലൂയ. ലുക്ക 1:52 ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു, എളിയവരെ ഉയർത്തി. അപ്പം എളിയവരെയാണ് ഉയർത്തണത്. ഉടമ്പടിയോടുകൂടി തന്നെ നമ്മുടെ എളിമത്വം കേട്ടോ. നിങ്ങൾക്ക് വലിയ പുള്ളിയായിരിക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല റാങ്കുള്ള ഓഫീസറായിരിക്കും നിങ്ങൾ, ചിലപ്പോൾ നിങ്ങൾ ഡോക്ടറായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ ഡോക്ടേഴ്സിനെ പഠിപ്പിക്കുന്ന ഡോക്ടറായിരിക്കും. പക്ഷെ ഇവിടെ വരുമ്പോൾ ശരിക്കും നമ്മൾ ദൈവതിരുസന്നിധിയിലെ ദൈവത്തിൻ്റെ മുമ്പിലാണ് വരുന്നതെന്ന് പറയണം. അപ്പം അതുകൊണ്ട് എന്തുമാത്രം എളിമപ്പെടാം. ഇതിലേറ്റവും നല്ലത് ജഡ്ജിമാരാണ്. ഞാൻ നോക്കിയിട്ട് ജഡ്ജിമാരെ ഉടമ്പടിയൊക്കെ എടുക്കാൻ വരുമ്പോൾ നമ്മൾ അവരോട് പറഞ്ഞാൽ പോലും അവർ എസ്കോർട്ടിൽ പോകുന്ന ആൾക്കാരാണല്ലേ. പക്ഷേ ഇവിടെ വരുമ്പോൾ അവർക്ക് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവും. അവരവിടെ ഇരുന്ന് ഉടമ്പടി കൂടി ആർക്കും ശല്യമില്ലാതെ അവർ പോകും. അവരൊരു മഫ്റ്റിയിൽ സാധാരണ വീട്ടു ഡ്രസ്സിൽ വന്നിട്ട് അതെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം വെച്ചാൽ എഡ്യൂക്കേറ്റ് പീപ്പിളിന് ഉടമ്പടിയുടെ സ്പിരിറ്റ് അറിയാം. ശരിക്കും ഉടമ്പടി സ്പിരിറ്റ് അറിയാം. അപ്പം അത് ആ സ്പിരിറ്റ് എന്ന് പറയുന്നത് ബൈബിൾ സ്പിരിറ്റാണ്. ബൈബിളിൻ്റെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. എന്താണ്? ശക്തന്മാരെ. അപ്പം അഹങ്കാരികൾ, അധികാരികൾ, ഞാൻ സ്ഥലത്തെ പ്രധാന ദിവ്യനാണ്, പണമുള്ളവരാണ്, സ്വാധീനമുള്ളവരാണ്, അഹങ്കാരമുള്ളവരാണെങ്കിൽ അവൻ ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് താഴെ ഇറക്കും. പിന്നെ എന്ത് ചെയ്യും? വിനയാനെതിരെ ഉയർത്തും. അപ്പോൾ നിൻ്റെ വിഷയം ടേക്കപ്പ് ചെയ്യാൻ ദൈവം ഉയർത്താൻ വേണ്ടി വിനയമാണ് പ്രധാനപ്പെട്ട കാര്യം. അതിന് നിന്നെ വിനയപ്പെടുത്താൻ വേണ്ടി ഒത്തിരി ഫോർമുല ഉണ്ട്. ഈ പത്രം കൊടുക്കണത് എന്താ? ഞാൻ എപ്പോഴും നിങ്ങളോട് പറയും, പത്രം ആർക്കും കൊടുക്കരുത്. ആരാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത് അവർ മാത്രമേ പത്രം കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പം ചേട്ടത്തി ഓഫീസറാണ്, ചേട്ടത്തിയാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്. അനിയത്തിക്ക് പഠിക്കാൻ ഫീസ് കൊടുക്കുന്നത് ചേട്ടത്തിയുടെ ശമ്പളത്തിൽ നിന്നാണ്. അപ്പോൾ അനിയത്തിനെ ഒരു വേലക്കാരത്തെ എടുത്തുകൊണ്ട് നിങ്ങളെ പൈസ കൊടുത്ത് അനിയത്തിയെ പഠിപ്പിക്കുന്നു എന്നുള്ള ഗുണ്ടായിസം കാണിച്ചുകൊണ്ട് നിങ്ങളുടെ പത്രം ഈ ഓഫീസർ ചേട്ടത്തി അനിയത്തിനെ കൊണ്ട് കൊടുപ്പിക്കാമെന്ന് പറഞ്ഞാൽ കൊടുപ്പിക്കാൻ പറ്റും. പക്ഷേ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. അതെന്താ കാര്യം? ഉടമ്പടിയിൽ എളിമ വേണം. നിങ്ങളെ എളിമപ്പെടുത്താൻ വേണ്ടി കുറേ ദൈവം ഇങ്ങനെ ഇറങ്ങി വരുന്നതിന് പിന്നിൽ എളിമപ്പെടുത്തലെന്നും പറഞ്ഞൊരു പ്രക്രിയയുണ്ട്. അത് ഞങ്ങൾ ഉടമ്പടിയിൽ ഒത്തിരിയേറെ ഫോർമുല മാതാവ് തന്നിട്ടുണ്ട്.